അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയാമോ? ആരുടെയും മനസ്സിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ, ആരുടെ ഹൃദയങ്ങളെ മുറിപ്പിക്കാത്ത രീതിയിൽ, ആരെക്കുറിച്ച് മോശമായ രീതിയിൽ ചിന്തിക്കാത്ത ഒരു നല്ല ഒരു മനസ്സ് നമുക്ക് അള്ളാഹു നൽകുമെങ്കിൽ അതിനേക്കാളും വലിയ ഒരു ഖൈറുകളും നന്മകളും വേറെ ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല മനസ്സ് കൊടുത്തിട്ടുള്ള ആളുകളുണ്ടെങ്കിലുണ്ടല്ലോ, അവരെ കൊണ്ട് പ്രകാശങ്ങളുണ്ടാവും. നമ്മൾ മനസ്സിനോട് ചോദിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക. നമ്മൾ ഹൃദയത്തിൽ ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പരിഭവങ്ങളോ വിഷമങ്ങളോ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അവരെ പോയി കണ്ട് അവരുടെ ഹൃദയങ്ങളെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മജ്ലിസിൽ എല്ലാവരും ഇരുന്നു കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹാബാക്കളായ മഹാന്മാരുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ചാർച്ചയെ മുറിച്ചവരോടുണ്ടെങ്കിൽ, അതായത് ബന്ധുത്വത്തെ മുറിച്ചവർ ഈ മജ്ലിസിലുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പോയിട്ട് ആ ബന്ധുത്വത്തെ നിങ്ങൾ ചേർക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദുആക്കൾക്ക് യാതൊരു പ്രതിഫലനവും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി അതിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് ആ മജ്ലിസിലിരുന്നു. ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് മുദാക്കറ ചർച്ച ചെയ്തു. അപ്പോൾ അള്ളാഹു റസൂലെ, ഞാൻ എൻ്റെ അമ്മാവിയുമായിട്ട് ചെറിയൊരു പിണക്കത്തിന് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു, വിങ്ങിപ്പോയി. ഞാൻ ഉടനെ പോയിട്ട് എന്ത് ചെയ്തു, ആ അമ്മാവിയെ കണ്ട് പൊരുത്തപ്പെടിയിച്ച് എന്ന് അള്ളാഹു റസൂലിനോട് പറയണം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സന്തോഷമായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് ഉടനെ തന്നെ അമലിൽ കൊണ്ടുവരാനായിട്ട് ആ സഹാബി തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു മാനസിക വിഷമങ്ങളോ വൈരാഗ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ, ദീനിൻ്റെ പേരിൽ ഉണ്ടാകും ചില ദീനിയായ വിഷയങ്ങളിൽ ഖൈറുകൾക്ക് വേണ്ടിയിട്ടുള്ള ചില തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതിലൊക്കെ ഒരു പക്ഷേ ഒരു പരിധി വരെ അള്ളാഹുവിൻ്റെ ഭാഗത്ത്, കാരണം ഒരു ഖൈറിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പക്ഷേ മുഖം കറുപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അപ്പോഴും അവർ ആ തെറ്റിൻ്റെ ബാധയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു വിരോധമായിട്ട് കണക്കാക്കാതെ വ്യക്തിപരമായ രീതിയിലുള്ള വിരോധങ്ങൾ, മാനസികമായിട്ടുള്ള വൈരാഗ്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ദുഷ്ട ചിന്തകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഉണ്ടാക്കിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഹൃദയങ്ങളിൽ നിന്ന് മാഞ്ഞു പോകാനായിട്ട് ജസ്റ്റ് നമ്മളിന്ന് താഴ്ന്ന അൽഹംദുലില്ലാഹ് അവരായിട്ട് ജസ്റ്റ് ചെന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഹൃദയങ്ങളിൽ എത്ര സന്തോഷം ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ വലിയ സമാധാനം. കാരണം നമുക്ക് ചെറിയൊരു ജീവിതമാണ് ഈ ദുനിയാവിൽ നമുക്കുള്ള ചെറിയൊരു ജീവിതം, കുറഞ്ഞൊരു ജീവിതം. എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാവുന്ന നൈമിഷികമായിട്ടുള്ള ഈ സമയങ്ങളിൽ പറയുന്നു, സ്നേഹിക്കാൻ തന്നെ സമയമില്ലാത്ത ഈ ലോകത്ത് നമുക്ക് എവിടെ നിന്ന് പിണങ്ങാറുള്ള സമയം? അത് അത്രയും ചെറിയ സമയത്തിൻ്റെ അഹലുകാരാണ്, ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഹൃദയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിത്തീരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ മുറിക്കുന്ന, ചാർച്ചയെ മുറിക്കുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ട് എങ്കിൽ നമ്മളെന്ത് ചെയ്യാം? സ്വയം അതിനുവേണ്ടി തയ്യാറായി ആ ബന്ധങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു ഉപദേശം, നന്മ മാത്രമാണ്. മറ്റുള്ളവർക്ക് നന്നാകുക അല്ലെങ്കിൽ അവർ ചിന്തിക്കുക, അവർ ചെയ്യുക എന്നുള്ളത് അവരുടെ വിഷയമാണ്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്തരം ഒരു മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന വാക്കുകൾ എനിക്ക് വേണ്ടി കാരണമാകുമെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു എനിക്കൊരു മുതൽക്കൂട്ടാണ്. ഇതൊരു മറ്റുള്ളവർക്ക് പ്രചോദനമായാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലം, ഒരു ഉൾവെളിച്ചം, അതിൻ്റെ ഹിദായത്തിൻ്റെ പ്രകാശം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകും. അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് ഹൃദയത്തിൻ്റെ ശാന്തമായ ഒരു സ്വഭാവ രീതി കൈവരിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടായിത്തീരുക എന്നുള്ളത് അള്ളാഹ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്, ഗിഫ്റ്റാണ്. അള്ളാഹു അത് നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.